ഹായ് നമസ്കാരം, ഉണ്ണീഷ് ശിവപാലാണ്. ഞാൻ ഇന്ന് വന്നത് ഒരു സിനിമയെക്കുറിച്ച് തന്നെ പറയാനാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ ചിലപ്പം നമ്മൾ ഇത്തിരി നമ്മൾ സിനിമ ചേസ് ചെയ്യുമ്പോൾ ഇതെനിക്ക് എവിടെയോ സിമിലറാണ്, ഫെമിലിയറാണ് എന്നൊക്കെ തോന്നി നമ്മൾ വിട്ടുപോകും. പക്ഷേ റോന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇത് ഞാൻ വെറുതെ ഒരു ഭംഗി വാക്കിൽ പറയുന്നതല്ല. ഞാൻ ഈ പടത്തിൻ്റെ ട്രെയിലർ ലോഞ്ചിന് പോയപ്പോൾ ദിലീഷ് പോത്തനോട് അവിടുന്ന് ആങ്കർ ചോദിക്കുകയാണ്, എങ്ങനെയാണ് എന്താ താങ്കളുടെ കഥാപാത്രത്തെ കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറയുന്ന അവിടെ ഒരു പോയിൻ്റ് എന്നാണ് എനിക്ക് ഈ സിനിമയോടൊരു ഹുക്ക് തുടങ്ങിയത്. പുള്ളി പറയുന്നു, ഇതിനെ ഒരു പ്രത്യേക സ്വഭാവമൊന്നുമില്ല, ഒരു സിറ്റുവേഷനിൽ പോകുന്നു ആ സ്വഭാവത്തിനാണ് പറ്റി മാറുക. നമ്മൾ പല പോലീസ് സിനിമകളും പോലീസിൻ്റെ കാര്യങ്ങളും പോലീസിൻ്റെ ജീവിത രീതികളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മളെ മനസ്സിനെ റോന്ത് ചുറ്റുന്ന ഒരു പ്രത്യേക തരം ഒരു സിനിമ തന്നെ പറയാം. കാരണം നമ്മൾ അത്രയും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഹഠാത് ആകർഷിക്കും. പ്രത്യേകിച്ച് ഷാഹി കമീറിൻ്റെ തിരകഥയും സംവിധാനവും ഒപ്പം തന്നെ ഇതിൽ ഓരോ അഭിനേതാക്കളും ഇപ്പം ഞാൻ നേരത്തെ തൊട്ടു മുന്നേ പറഞ്ഞു, ഓസമാണ് ദിലീഷ് പോത്തൻ്റെ. ഒരു നാഷണൽ അവാർഡ് പോലും കിട്ടാവുന്ന അത്രയും നല്ല, അത് ഒരു അവാർഡ് തലത്തിൽ മാത്രമല്ല, നമ്മുടെ മനസ്സിനെ ഭരിച്ചുകൊണ്ടാണ് കൊണ്ടുപോകുന്നത്. നമ്മൾ ചില സിനിമ കാണുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കഥാപാത്രം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മളതിൽ നിന്ന് ഹുക്കാവാതെ ചിലപ്പോൾ തിരിച്ചു പോകും. പക്ഷേ ഇതങ്ങനെയല്ല. റോഷനും ദിലീപ് പോത്തനും രണ്ടുപേരുടെയും കഥാപാത്രങ്ങളുടെ കൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുകയാണ്. അവരിനി അടുത്ത് എന്താണ് സംഭവിക്കുക എന്നുള്ള ആ ക്യൂരിയോസിറ്റി ഒരു സിനിമയിൽ എപ്പോഴും അങ്ങനെയല്ല. നമ്മളെ മുന്നോട്ട് നമ്മൾ ത്രൈവ് ചെയ്യാനുള്ള ഒരു ഫാക്ടർ ഉണ്ടാവണം. അതും നമ്മൾ ഈ സിനിമയിൽ കാണാൻ പറ്റുന്നു. ഒപ്പം അതിൽ അഭിനേതാക്കൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ താരങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ അതിൽ നമ്മുടെ ഫോർ ദ പീപ്പിൾ ഫെയിം ആയിട്ടുള്ള അരുൺ ഒരു പോലീസ് ഓഫീസറുടെ റോളിൽ വരുന്നുണ്ട്. സത്യം പറയാലോ, എൻ്റെ സുഹൃത്തായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, പുള്ളി ഈ അടുത്ത കാലത്ത് ഞാൻ അത്രയും എൻ്റെ മനസ്സിനെ ആകർഷിച്ചൊരു കഥാപാത്രം ഞാൻ പുള്ളി ഇന്ന് കണ്ടിട്ടില്ല. ഒപ്പം നമ്മുടെ സുധി കോപ്പ അതിലൊരു ക്യാരക്ടർ ഒരു സീനിൽ വരുന്നുണ്ട്. പക്ഷേ എല്ലാവരും എന്തിനു പറയണം, ആ സിനിമ ഞാൻ ഡാം ഷുവറായിട്ട് പറയുന്നു, ഇറ്റ്സ് അമേസിങ്. അതൊരു ഹിറ്റാവാനുള്ള എല്ലാ കാര്യങ്ങളും അതിന് ഡിസർവാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ കുറച്ച് അങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ, നമ്മൾ പടം കണ്ട് നമ്മൾ അതിന് കൂടെ സഞ്ചരിക്കും. പിന്നെ നമ്മുടെ മുന്നേ സംവിധായകൻ അല്ലെ കഥയും സഞ്ചരിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ, അങ്ങനെ നമ്മളെ അതിലേക്ക് ഹുക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക ഘടകമാണ്. ഞാൻ വെറുതെ പറയുകയല്ല, നിങ്ങൾ ഉറപ്പായിട്ട് കണ്ടോ. നിങ്ങൾ ഒരു മൂവി കാണുക എന്ന് പറയാൻ നിങ്ങൾ രസിക്കുക എന്നുള്ളതാണ്, അല്ലാണ്ട് ഒരു വെറും പോലീസ് പടമായിട്ടോ അല്ല അങ്ങനെയൊന്നുമല്ല. അതിനുവേണ്ട എല്ലാ കമ്പോസും അതിലുണ്ട്. അത് വൃത്തിയായിട്ട് അവർ ആ മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ സിനിമ ഒരു ഹിറ്റാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പറഞ്ഞത്. സോ ഈ ടീമിന് എല്ലാവർക്കും, അതിലഭിനയിക്കുന്ന സജയ് തുടങ്ങിയ എല്ലാവർക്കും, അതിൽ ഹീറോയിനായിട്ട് വന്നിരിക്കുന്ന കൃഷ്ണ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. ആ കുട്ടിയും എല്ലാവരും എന്താ പറയുകയാണ്, അതിൽ കൊച്ചു കുട്ടിയായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റുകളാവട്ടെ, സാങ്കേതിക വിദഗ്ധരാവട്ടെ, എനിക്ക് മറ്റുള്ളവരെ കുറിച്ചൊന്നും അധികം അറിയത്തില്ല. പക്ഷേ ആ സിനിമയെക്കുറിച്ച് മനസ്സോട് ചേർത്ത് വെക്കാവുന്നൊരു സിനിമയാണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് താഴെ കമൻറ്റ് ചെയ്തോളൂ. എന്ത് വന്നാലും നിങ്ങൾ നിരാശപ്പെടില്ല. അത്രയും നല്ലൊരു മൂവിയാണ്. സോ റോന്ത് ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ് ടീം റോന്ത്.